യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം 4:13. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തുവിടെ എനിക്ക് എല്ലാം സാധിക്കും. എന്നെ ശക്തനാക്കുന്ന ശക്തി തരുന്ന യേശുക്രിസ്തുവിടെ എനിക്ക് എല്ലാം സാധിക്കും. നമ്മളിത് വിശ്വസിക്കണം. വലിയ സ്നേഹത്തോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വലിയ ഡെലിവറൻസ് കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകും. ആത്മീയ അറിവുകളാണ് നമ്മളെ അഭിഷേകത്തിലേക്ക് നയിക്കുന്നത്. ആത്മീയ അറിവുണ്ടെങ്കിലേ നമുക്ക് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. പിശാചിനെതിരെയുള്ള പോരാട്ടത്തിൽ, അന്ധകാര ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ എനിക്ക് ശക്തി നൽകുന്ന ഒരു ദൈവമുണ്ട്. പരിശുദ്ധാത്മാവായ ദൈവം. യേശു നൽകിയ ഏറ്റവും വലിയ ദാനമാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഈ ആത്മാവ് നമ്മളെ സഹായിക്കും. എഫേസോസ് ലേഖനത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 10 വചനങ്ങൾ. അവിടെ ഒരു ആത്മീയ സമരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്താലാണ്. ഒരു മനുഷ്യനിൽ ആത്മാവുണ്ട്, ശരീരമുണ്ട്, മനസ്സുണ്ട്, പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. അങ്ങനെയാണ് ഒരു മനുഷ്യന്റെ സൃഷ്ടി എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു. നമ്മുടെ ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മിലേക്ക് പൈശാചിക അരൂപികൾക്ക് വന്ന് താവളമടിക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ശരീരം നിർമ്മലമല്ലെങ്കിൽ, അശുദ്ധിയിൽ ജീവിച്ചാൽ പൈശാചിക അരൂപിയുടെ താവളമായിട്ട് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ലൈംഗികതയും നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ മാറ്റപ്പെടും. നമ്മുടെ ഒരു ആത്മീയ സമരത്തിലാണ്. നമ്മുടെ ബുദ്ധിയിലും മനസ്സിലും ചിന്തകളിലുമൊക്കെ ഒരു ലോകത്തോടും ജഡത്തോടും സാത്താനോടും എതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഉള്ളിലാണ്. അത് നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സംരക്ഷണം നൽകും. ദൈവത്തിൻ്റെ ആത്മാവ് ഈ പോരാട്ടത്തിൽ നമുക്ക് വിജയം നൽകും. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവൻ. ശക്തി, പരിശുദ്ധാത്മ ശക്തിയുടെ പ്രാഭവത്തിൽ നിങ്ങൾ കരുത്ത് പ്രാപിക്കണം. നല്ല ഭക്ഷണം കഴിച്ച് ജിംനേഷ്യത്തിലൊക്കെ പോയി ശരീരം ബലപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് സാത്താനോട് പോരാടാൻ പറ്റത്തില്ല. സാത്താനോട് പോരാടുവാൻ നിനക്ക് വേണ്ടത് ആത്മാവിൻ്റെ കരുത്താണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് വേണ്ടത്. കരുത്ത് പ്രാപിക്കണം. ഉപവാസമെടുക്കണം, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം, വിശുദ്ധ ജീവൻ നയിക്കണം, കൂദാശ ജീവിതം വേണം, ദിവ്യകാരുണ്യം സ്വീകരിക്കണം. അങ്ങനെ നമ്മൾ ശക്തി പ്രാപിക്കണം. ആത്മാവിൽ കരുത്തുള്ളവരായിട്ട് മാറണം. ആത്മാവിൻ്റെ കരുത്ത് പ്രാപിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്നിരിക്കണം. ഈ ആത്മാവിൻ്റെ കരുത്തുകൊണ്ട് ആണ് നമ്മൾ ഈ യുദ്ധക്കളത്തിൽ നമ്മൾ വിജയിച്ച് മുന്നേറുന്നത്. ഈ ആത്മീയ സമരത്തിൽ സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ.
അവിടെ പ്രത്യേകം അപ്പസ്തോലൻ എഴുതി വെച്ചിരിക്കുന്നു, സാത്താന്റെ കുടിലതന്ത്രങ്ങൾ. ഹല്ലേലൂയ. സാത്താന്റെ കുടിലതന്ത്രങ്ങൾ, സാത്താന്റെ കുടിലതന്ത്രങ്ങൾ. അവിടെ സാത്താന് ഒരുക്കുന്നത് കുടിലതന്ത്രങ്ങളാണ്. ഹവ്വായെ ബുദ്ധിപരമായിട്ട് കുടിലതന്ത്രത്തിലൂടെ സാത്താൻ പുരാതന സർപ്പക്കിണിയിൽ വീഴ്ത്തി. ഇന്നും അതുതന്നെയാണ് അവന്റെ പദ്ധതികൾ. കുടിലതന്ത്രങ്ങളിലൂടെ മനുഷ്യരെ പാപത്തിലേക്ക്, ആസക്തിയിലേക്ക്, സാത്താന്റെ അടിമത്വത്തിലേക്ക് വീഴ്ത്തുകയാണ്. അവർ കുടിലതന്ത്രങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ, അതിജീവിക്കണമെങ്കിൽ നമ്മൾ ദൈവാത്മാവിനെ നിറയുകയും പ്രാർത്ഥനയുടെ മനുഷ്യരായെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സാത്താന്റെ കുടിലതന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കുക. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ദൈവത്തിൻ്റെ വചനം, ഉപവാസം, പ്രാർത്ഥന. ഇത് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു ആയുധമാണ് ദൈവത്തിൻ്റെ വചനം. ആ ദൈവത്തിൻ്റെ വചനം നമ്മിൽ എത്രമാത്രം ഉണ്ടോ അതനുസരിച്ച് നമ്മൾ ശക്തരായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ നമ്മൾ എതിർത്തു നിൽക്കണം. എഫെസോസ് 6:12. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. നമ്മൾ പടവെട്ടുന്നത്, നമ്മൾ യുദ്ധം ചെയ്യുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടേ അല്ല. നമ്മുടെ യഥാർത്ഥ ശത്രു മനുഷ്യനല്ല. നമ്മുടെ യഥാർത്ഥ ശത്രു സാത്താനാണ്. ഈ സാത്താൻ അനേക വ്യക്തികളിലൂടെ പല വിധത്തില് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു, അല്ലേ? ഏതെങ്കിലും അശുദ്ധിയുടെ പാപങ്ങൾ നിറഞ്ഞു ജീവിച്ച് വ്യക്തികളിലേക്ക് തന്നെ സാത്താൻ കടന്നു വന്ന് അവനായിരുന്നു അങ്ങനെ നിരന്തരം പാപത്തിലും അശുദ്ധിയിലും നയിക്കുന്നു. പിശാചിന് നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ നമ്മൾ അനുവാദം കൊടുക്കരുത്. ഒരിക്കലും അനുവാദം കൊടുക്കരുത് സാത്താന് നമ്മുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ. അങ്ങനെയുള്ള ദുരാചാരങ്ങളോ മറ്റു കർമ്മങ്ങളോ സാത്താൻ ആരാധനകളോ ഒരു കാര്യത്തിലും നമ്മുടെ കുടുംബം പോകാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ ശക്തമായ സ്തുതിപ്പും ദൈവാരാധനയും യേശുവിന്റെ നാമത്തിന്റെ മഹത്വമൊക്കെ ഉയരേണ്ടിയിരിക്കുന്നു. പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർ. പ്രഭുത്വങ്ങൾ, ആധിപത്യങ്ങൾ, അത് പൈശാചിക ശക്തികളെ സൂചിപ്പിക്കുന്നു. പ്രഭുത്വങ്ങൾ, ആധിപത്യങ്ങൾ, ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർ, ഈ അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ലോകം, ഈ ലോകത്തില് അന്ധകാരത്തിന്റെ വലിയ ഒരു വർധനമുണ്ട്. അന്ധകാരം പാപത്തിന്റെ, മ്ലേച്ഛതയുടെ, തിന്മയുടെ, നിരീശ്വരവാദത്തിന്റെ, അശുദ്ധിയുടെ എല്ലാം തിന്മയും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ, അധീശന്മാർ, ഇവിടെ പറയാണ് ആധിപത്യങ്ങൾ, അന്ധകാര ലോകത്തിന്റെ അധിപന്മാർ. അന്ധകാര ലോകത്തെ നയിക്കുന്ന സാത്താനിക അധിപന്മാരുണ്ട്. അന്ധകാര ലോകത്തെ നിയന്ത്രിക്കുന്ന സാത്താന്യ ശക്തികൾ ഉണ്ട്. അത് പവർ കൂടിയതും പവർ കുറഞ്ഞതും അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള അരൂപികൾ ലോകമെമ്പാടും പ്രവർത്തിക്കുന്നുണ്ട്. അത് വ്യക്തികളിലും സമൂഹങ്ങളിലും സ്ഥലങ്ങളിലും മൃഗങ്ങളിലും അന്തരീക്ഷത്തിലും ഭൂമിയിലും ഒക്കെ അത് തിന്മയുടെ അരൂപിയുടെ സ്വാധീനമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്, അന്തരീക്ഷ ശക്തികളുടെ അധീശന്മാരെ അനുസരിച്ചുമാണ് അവർ നടന്നിരുന്നത്. ദൈവത്തിൻ്റെ നിയമങ്ങളും പ്രമാണങ്ങളും ലംഘിച്ച് അനുസരണം നഷ്ടപ്പെട്ട് അന്തരീക്ഷ ശക്തിയുടെ അധീശന്മാർ നിയന്ത്രണം ഏറ്റെടുക്കുക. അവർ അനുസരണമില്ലാത്തവരായിരുന്നു.
അനുസരണമില്ലാത്തവരെ അന്തരീക്ഷ ശക്തിയുടെ സ്വാധീനമുണ്ടാകും, അന്തരീക്ഷ ശക്തികൾ കീഴ്പ്പെടുത്തും. അധിപന്മാരും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. എവിടമാണ് ഈ സ്വർഗീയ ഇടമെന്ന് പറയുന്നത്? സ്വർഗീയ ഇടമെന്ന് പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്ന വ്യക്തിയിൽ ദൈവം എന്നിൽ വസിക്കുന്ന ആ സ്ഥലമാണ് സ്വർഗീയ ഇടം. എന്നിൽ ദൈവം വസിക്കുന്ന സ്ഥലമാണ് സ്വർഗീയ ഇടം. ആ സ്വർഗീയ ഇടത്തിൽ തിന്മയുടെ അരൂപികൾ കുടിയിരിക്കുവാൻ പാടില്ല. അങ്ങനെ പലരും ഇരിക്കുന്നുണ്ട്. ദൈവത്തെയും ദൈവത്തിന്റെ കൽപ്പനകളെയും എല്ലാം മറന്ന് ശുദ്ധിയിലും വ്യഭിചാരത്തിലും മദ്യപാനത്തിലും മ്ലേച്ഛതയിലും വഞ്ചനയിലും ആസക്തിയിലും ഒക്കെ മുഴുകി ജീവിക്കുമ്പോൾ ശരിക്കും ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്ഥാനം നഷ്ടമാവുകയാണ്. വിശുദ്ധ സ്ഥലമെന്ന് പറയുന്നത് ഒന്ന്, നിന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്ന ഇടമാണ്. അടുത്തത്, ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങൾ, ദേവാലയങ്ങൾ, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങള്, ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തിയ സ്ഥലങ്ങൾ. വിശുദ്ധമായ ആരാധന ആലയങ്ങളിൽ ഏതെങ്കിലും വിധത്തില് ഏതെങ്കിലും വഴിയിലൂടെ പിശാച് കയറിപ്പറ്റുവാനായിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ വചനം ഓർമ്മിപ്പിക്കുന്നു, സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ. സ്വർഗീയ ഇടങ്ങളിലേക്ക് ഈ തിന്മയുടെ ദുരാത്മാക്കള് കടന്നു കയറിയിട്ടുണ്ട്. അത് നമുക്കറിയാം, പല വിധത്തിൽ അറിയാം. അത് സ്വർഗീയ ഇടങ്ങളിൽ കടന്നുകൂടി വ്യക്തികളിലൂടെ, അല്ലെ അധികാരികളിലൂടെ, ഉന്നത സ്ഥാനങ്ങളിലുള്ളവരിലൂടെ പല തെറ്റായ തീരുമാനങ്ങളും പലതും സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ പിന്നിൽ പൈശാചിക അരൂപികളും അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനങ്ങളും ഉണ്ട്. വിശുദ്ധ സ്ഥലത്ത് പിശാചിന് കയറിക്കൂടാൻ ഇടം കൊടുക്കാതിരിക്കാൻ നമ്മൾ ജാഗ്രത ഉള്ളവർ ആയിരിക്കണം. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ദൈവത്തിന്റെ ആയുധങ്ങള് നീ ധരിക്കണം. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാൻ, എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ പറയുന്നു, തിന്മയുടെ ദിനത്തിൽ എല്ലാ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയണം. നിന്റെ കർത്തവ്യം എന്താ? നീ ഒരു കുടുംബനാഥനാണെങ്കിൽ കുടുംബത്തിന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ, ഉത്തരവാദിത്തോടെ, വിശ്വാസത്തോടെ നിറവേറ്റാൻ നിനക്ക് പറ്റണം. നിന്റെ കർത്തവ്യങ്ങൾ നീ ചെയ്യണം, പിടിച്ചു നിൽക്കണം. ഒരു വൈദികനാണെങ്കിൽ, ഒരു സന്യാസിനാണെങ്കിൽ, ഒരു സുവിശേഷ വേലക്കാരനാണെങ്കിൽ, ഒരു ഏകസ്ഥനാണെങ്കിൽ, ദൈവത്തിനോട് ജീവിതം സമർപ്പിച്ച ആരുമാവട്ടെ, അവരുടെ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ പോരാട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ശക്തി നമുക്ക് ലഭിച്ചേ മതിയാവത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ ഈ ഒരു ആത്മീയ സമരത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റത്തില്ല. ആത്മീയ സമരത്തിൽ നമ്മൾ വിജയിക്കണമോ, ആത്മാവിന്റെ ശക്തിയും അഭിഷേകവും നമുക്ക് വേണം. അതുമാത്രം പോരാ, കൃപാവരങ്ങൾ കൊണ്ട് നമ്മൾ നിറയണം. സാത്താനെ ബഹിഷ്കരിക്കാൻ, ബന്ധിക്കാനുള്ള കൃപ നിറയണം. ആത്മാവിന്റെ വരദാനങ്ങൾ കൊണ്ടൊക്കെ നിറയ്ക്കണം. സ്വർഗീയ വെളിപ്പാടുകൾ സ്വീകരിക്കാനായിട്ട് ആത്മീയ വരദാനങ്ങളൊക്കെ നമുക്ക് ലഭിക്കണം. ഇതിനുവേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കുക. എന്താണ് സത്യം? ദൈവത്തിന്റെ വചനമാണ് സത്യം. ദൈവത്തിന്റെ വചനത്തിലാണ് സത്യം. ദൈവത്തിന്റെ വചനം നമ്മൾ കൂടുതൽ നമ്മുടെ ഉള്ളിൽ ഹൃദ്യസ്ഥമാക്കണം. നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കണം. ജീവിതത്തിൽ നീതിപൂർവം പ്രവർത്തിക്കണം, സത്യസന്ധമായിട്ട് ജീവിക്കണം. അനീതിപരമായ ഒരു ജീവിതം നയിച്ചാൽ നിനക്ക് വിശ്വാസ ജീവിതത്തിൽ, അഭിഷേകത്തിൽ കുതിക്കാൻ പറ്റത്തില്ല. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷ ധരിക്കണം.
സുവിശേഷമാകുന്ന പാദരക്ഷ. വചനമാണ് നമ്മുടെ പാദത്തിന് വിളക്ക്, പാതയിൽ പ്രകാശം. വചനം കൊണ്ട് നിറഞ്ഞ വ്യക്തികളായിട്ട് നമ്മൾ മാറണം. ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിച എടുക്കണം. വിശ്വാസം കൊണ്ട് നമ്മൾ നിറയണം. ദുഷ്ടന്റെ കൂരമ്പുകൾ, ദുഷ്ടൻ പിശാചിന്റെ കൂരമ്പുകൾ, ഈ പിശാചിന്റെ കൂരമ്പുകളെ തടഞ്ഞു നിർത്തുവാൻ വിശ്വാസത്തിന്റെ പരിച എടുക്കണം. വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് നമ്മൾ നിറഞ്ഞവരാവണം. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. വിശ്വാസത്തെ മാറ്റുവാൻ, അല്ലെ വിശ്വാസത്തെ തകിടമറിക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ തോൽപ്പിക്കുവാൻ ആരൊക്കെ ശ്രമിച്ചാലും നമ്മൾ പിന്തിരിഞ്ഞു പോകരുത്. വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് ഈ ആത്മീയ സമരത്തിൽ നമ്മൾ മുന്നേറണം. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും, രക്ഷയുടെ പടത്തൊപ്പി, നമുക്ക് രക്ഷയും പാപമോചനവും നൽകുന്നത് യേശുവിൻ്റെ രക്തമാണ്. ആ രക്ഷയുടെ പടത്തൊപ്പി യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ പൊതിയണം. യേശുവിൻ്റെ രക്തമാണ് നമുക്ക് സംരക്ഷണം നൽകുന്നത്. തിന്മയിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഏറ്റവും വലിയ കവചം യേശുവിൻ്റെ രക്തമാണ്. യേശുവേ, അങ്ങയുടെ രക്തം കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാവരെയും പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ആന്തരികയിലുള്ള അശുദ്ധി കഴുകപ്പെടുവാൻ യേശുവിൻ്റെ രക്തത്താൽ കഴുകി പ്രാർത്ഥിക്കണം. ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവൻ. നമ്മുടെ ആത്മാവിന്റെ വാൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം മജ്ജയിലേക്ക്, മാംസത്തിലേക്ക്, അസ്ഥിയിലേക്ക്, മനുഷ്യന്റെ തലങ്ങളിലേക്ക് എല്ലാം കടന്നു വരുന്ന ദൈവത്തിന്റെ വചനം. ഈ ദൈവത്തിന്റെ വചനമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ഈ ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ആത്മാവിന്റെ വാൾ. ഈ ആത്മാവിന്റെ വാളെടുത്ത് നമ്മൾ പിശാചിനെതിരെ യുദ്ധം ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ ഡെലിവറൻസിന്റെ വചനങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. പഠിച്ച് നമ്മളത് സ്വന്തമാക്കണം. ഒരു 10 വചനമെങ്കിലും മനപ്പാഠം പഠിക്കണം. പഠിച്ചിട്ട് നമ്മൾ ശക്തമായിട്ട് ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനത്തില് 2-ാം അധ്യായത്തില് 9, 10, 11 വചനങ്ങൾ സാത്താനെതിരെ ഉള്ള പോരാട്ടത്തിൽ ഉപയോഗിക്കാനുള്ള ശക്തമായ ഒരു വചനമാണിത്. അതെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. യേശുവിന്റെ നാമത്തിന്റെ മുൻപിൽ എല്ലാ മുട്ടും മടങ്ങും. ദൃശ്യമായ ശക്തികളുടെ മുട്ടുമടങ്ങും. എല്ലാ അദൃശ്യ ശക്തിയുടെ മുട്ടുകൾ യേശുനാമത്തിന്റെ മുൻപിൽ മടങ്ങും. മടങ്ങിയേ പറ്റൂ. ഹല്ലേലൂയ. അപ്പോൾ യേശുനാമത്തിന്റെ മുമ്പിൽ എല്ലാ 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 ശക്തികളും തോറ്റിടും. യേശുനാമത്തെ വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം. യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശ് നമുക്ക് ഏറ്റവും വലിയ സംരക്ഷണം നൽകുന്ന ശക്തമായ ഒരു ആയുധമാണ്. ഹല്ലേലൂയ. ഈ ലോകമെമ്പാടും തിന്മയുടെ പ്രവൃത്തികളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ തിന്മയുടെ പ്രവൃത്തികൾ വർദ്ധിക്കുമ്പോൾ നമുക്ക് തിന്മയെ നേരിടാൻ കൂടുതൽ കരുത്ത് ആവശ്യമായിട്ടുണ്ട്. വെളിപാടിന്റെ പുസ്തകത്തില് 20:1-2 സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവന്റെ കയ്യിൽ പാതാളത്തിന്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട്. അവൻ ഉഗ്ര സർപ്പത്തെ, സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പത്തെ പിടിച്ച 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിൽ അടച്ച് മുദ്രവെച്ചു. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വരികയാ. എന്നിട്ടോ ഈ പുരാതന സർപ്പം ഇതാണ് ആദിമാതാപിതാക്കളെ പറ്റിച്ചത്. സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ പിടിക്കാൻ കാത്തിരുന്നത് ഇത് ലൂസിഫറാണ്. ആ തിന്മയുടെ അരൂപികളാണ്, സാത്താന്യ ശക്തികളാണ് ലോകത്തിലുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്നു, ബന്ധിച്ചു എന്നാണ് പറയുന്നത്. ദാനിയേലിന്റെ പുസ്തകം
12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം പറയുന്നു, തൻ്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. തൻ്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. സാത്താനെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഏറ്റവും വലിയ ബലമാണ് വിശുദ്ധ മിഖായേൽ. വിളിച്ചപേക്ഷയ്ക്ക് മിഖായേൽ മാലാഖ സംരക്ഷണം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സ്ഥാപനങ്ങൾക്കും വാഹനത്തിനും എല്ലാറ്റിനും മിഖായേലും ദൂതന്മാരും സംരക്ഷണം നൽകും. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പം എതിർത്ത് യുദ്ധം ചെയ്തു. അവർ പരാജയപ്പെട്ടു. അവർ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. മിഖായേലിന്റെ മുൻപിൽ സകല പൈശാചിക അരൂപികളും തോറ്റതാണ്. എല്ലാ ദിവസവും നിങ്ങൾ വിശുദ്ധ മിഖായേലിന്റെ പ്രാർത്ഥന ചൊല്ലണം. നിങ്ങളുടെ വീട്ടിൽ ചൊല്ലണം. വ്യക്തിപരമായിട്ടൊക്കെ കുഞ്ഞുങ്ങളെ മനപ്പാഠം പഠിപ്പിച്ച് എല്ലാ ദിവസവും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന ചൊല്ലണം. അത് വലിയ ഒരു സംരക്ഷണമാണ്, വിശുദ്ധ മിഖായേലിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. വെളിപാട് 20:10 പറയുന്നു, അവരെ അഗ്നി ഇറങ്ങി അവരെ വിഴുങ്ങി. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാവട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇവിടെ പറയാണ്, മനുഷ്യരെ വഴിതെറ്റിക്കുന്ന പിശാചും വ്യാജപ്രവാചകനും മൃഗവും ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. അങ്ങനെ ഒരു കാലം വരുന്നു. കർത്താവിന്റെ 2-ാം വരവിന് ശേഷം ഇവിടെ പറയുന്ന വചനം യഥാർത്ഥമാകും. അവർ പിശാചും അവന്റെ കിങ്കരന്മാരും അവന്റെ കൂട്ടത്തിലുള്ളവരും ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടും. രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. ഇന്ന് മനുഷ്യനെ പീഡിപ്പിക്കുന്ന ഞെരുക്കുന്ന ഈ പിശാചുക്കൾ ഗന്ധകാഗ്നി തടാകത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു നിത്യതയുടെ കാലം വരുന്നുണ്ട്. ദൈവമക്കൾക്ക് കർത്താവിൻ്റെ കൂടെ നിത്യതയിൽ സ്വർഗത്തിലായിരിക്കാൻ സാധിക്കും. ഈ പിശാചുക്കൾ പൂർണ്ണമായിട്ടും ഗന്ധകാഗ്നി തടാകത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലം വരുന്നു. ഒരിക്കലും പിശാചിനെയോ അവൻ്റെ ആയുധങ്ങളെയോ നമ്മൾ പേടിക്കണ്ട. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. യേശു നമ്മുടെ കൂടെയുണ്ട്. പിതാവ് നമ്മളെ ശക്തിപ്പെടുത്തും. പരിശുദ്ധ മറിയവും മിഖായേലും സ്വർഗം മുഴുവൻ നമുക്ക് കൂട്ടുണ്ട്. ഒരു തിന്മയ്ക്കും നമ്മളെ തൊടാൻ പറ്റില്ല. നിരന്തരം പ്രാർത്ഥനയിലും വിശുദ്ധിയിലുമായിരിക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത മക്കൾക്ക് ആഴമായ ബോധ്യങ്ങൾ, ആത്മീയ അറിവുകൾ നൽകണമേ. എല്ലാ തിന്മയുടെ അരൂപിയുടെ ബന്ധങ്ങളിൽ നിന്നും ദൈവജനം യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാവട്ടെ. യേശുവിന്റെ തിരുരക്തം തളിച്ചഭിഷേകം ചെയ്യുന്നു. കർത്താവ്, ആത്മാവിനെ പകരണമേ. ജ്ഞാനവും വിവേകവും ബുദ്ധിയൊക്കെ നൽകണമേ. മനസ്സും ശരീരവും ആത്മാവും യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാവട്ടെ. പൈശാചിക അരൂപികളെ, തിന്മയുടെ ശക്തികളെ, ദുഷ്ടാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ വിശുദ്ധരായ വൈദികരോട് ചെന്ന് സഭയോട് ചെന്നുകൊണ്ട് ബന്ധിച്ച് കുരിശിലേക്ക് കാട്ടിപ്പായിക്കുന്നു. നിർവീര്യമാവട്ടെ. ആമേൻ. എന്താ പേര്? ഡിവീന. ഡിവീന വീട് എവിടെയാ? പാവറട്ടി. ഡിവീനയുടെ വീട് പാവറട്ടിയിലാണ്. പാവറട്ടി കൺവെൻഷന് 2018 കൂടിയതാണ്. അപ്പോൾ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഈ 2 ഭാഗം ഡിസ്ലൊക്കേഷനായി പോകുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. കർത്താവ് അത് ഹീൽ ചെയ്തു. കുഞ്ഞിനെ കൊടുത്തു. ഈ മോള് സാക്ഷ്യം പറയും, കേൾക്കാം. എൻ്റെ പേര് ഡിവീന. തരകൻ ഹൗസ്, പാവറട്ടി എന്നാണ് ഞാൻ വരുന്നത്. പാവറട്ടി ഇടവകക്കാരിയാണ് ഞാൻ. എനിക്ക് താടിയലിന് ഒരു ഡിസ്ലൊക്കേഷൻ വരാറുണ്ടായിരുന്നു. നല്ലോണം ഒന്ന് കോട്ടുവായി ഇടുമ്പോൾ വരെ അവിടെ ലോക്കാവും. ആ ലോക്കാവുന്ന സമയത്ത് ഒരിക്കൽ സർജനാണ് എൻ്റെ അടുത്ത് ലൊക്കേഷൻ ശരിയാക്കി തന്നത്. അങ്ങനെ സൗബ്രദറിൻ്റെ ധ്യാനത്തിന് വന്ന് പ്രാർത്ഥിച്ചു. അതെ, ബ്രദർ എന്നെ 2 കവളത്തും തട്ടി. അതിനുശേഷം ഇതുവരെയ്ക്കും എനിക്ക് ആ ഒരു ലൊക്കേഷൻ തെറ്റലുണ്ടായിട്ടില്ല. അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, കല്യാണം കഴിഞ്ഞ് എത്ര വർഷമായി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 2 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ എനിക്ക് കുട്ടികളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. 2 വർഷത്തോളേക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ
ഒക്ടോബറിൽ ഞാൻ ഗൾഫിൽ പോയി. അവിടെ ചെന്ന് 3 മാസം വരയ്ക്കൊക്കെ കൺസീവ് ആയിരുന്നില്ല. സാബു ബ്രദർ പറഞ്ഞിരുന്നു, ഒന്നും മനസ്സിലായില്ലെങ്കിൽ തന്നെ സമ്പൂർണ്ണ ബൈബിൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ 2 മാസം നിന്ന് ഞാൻ കംപ്ലീറ്റ് വായിച്ച് അവസാനിപ്പിച്ചു. അതിനുശേഷം നാട്ടിലെത്തി ഒരാഴ്ച, 2ാമത്തെ ആഴ്ചയാണ് ധ്യാനത്തിന് കോട്ടയത്ത് വരാൻ നിന്നേ. ധ്യാനത്തിനുള്ള ദിവസമായി 20-ാം തീയതിയാണ്. അവിടെ വന്ന് ബുക്ക് ചെയ്താൽ മതി എന്ന് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. 18-ാം തീയതി ആയിരുന്നു എൻ്റെ ഡേറ്റ് ആയിരുന്നത്, മെൻസസ് ഡേറ്റ്. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, എന്തായാലും 20-ാം തീയതി അല്ലേ പോകണേ, അപ്പോൾ 19-ാം തീയതി നീ ഒന്ന് ടെസ്റ്റ് ചെയ്തുവരെയ്ക്ക് ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പോകാൻ വിചാരിച്ചോളൂ, പക്ഷേ ദൈവം ആ സമയത്ത് തന്നെ തൊട്ടു കൺസീവ് ആണെന്ന് മനസ്സിലായി. റിസൾട്ട് വന്നു. പേര് പറയും. ഹെവന തെരേസ്. കുഞ്ഞിൻ്റെ പേര് ഹെവന തെരേസ്. കർത്താവ് നൽകിയ കുഞ്ഞാണ്. അവരിനെ ഈ താടി ഡിസ്ലൊക്കേഷൻ അത് കേട്ടിട്ടുണ്ടോ? അതായത് ഇവിടം ഇങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടി വരും ഇത് ശരിയാക്കണമെങ്കിൽ. ഒന്ന് തട്ടി അല്ലേ, ഒറ്റ തട്ട്, അപ്പം തന്നെ കർത്താവ് ഹീൽ ചെയ്തു. ഉണ്ണി ഉണ്ടായതിന് ശേഷം അവൾക്ക് ബർത്ത് വെയ്റ്റ് 2,760 ഉണ്ടായിരുന്നു, നോർമലായിരുന്നു. അതിന് ശേഷം അവൾ വെയിറ്റ് ഒട്ടും കൂടിയിരുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഇനിയും ഇതുപോലെ 90 ദിവസമായിട്ടും വെയിറ്റ് നോർമലാവാതെ കാരണം കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനിയും കൂടിയില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, ഫുള്ള് ടെസ്റ്റ് ചെയ്യണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് വയ്ക്കാത്തതെന്നുള്ളത് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മകുളത്ത് സാറിൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൊണ്ടുവന്നു. പിറ്റത്തെ ആഴ്ച ഡോക്ടറെ അടുത്ത് പോയപ്പോൾ 100 ഗ്രാം കൂടി. ഇവളെന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ സമ്പൂർണ്ണ ബൈബിൾ 8 മാസം കൊണ്ട് വായിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അനുഗ്രഹത്തിന് ഇപ്പോൾ ഇവളും 1.5 വയസ്സ് മുതൽ വചനങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം വചനം ഇവൾക്കും അറിയാം. ഗർഭിണിയായിരിക്കുമ്പോൾ 8 മാസം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു. ഈ കുഞ്ഞ് വചനമൊക്കെ പറയും അല്ലേ? അതൊക്കെ ഒരു അനുഗ്രഹമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ. അന്ന് ബ്രഹ്മകുളത്ത് കുഞ്ഞിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. വെയിറ്റിലായിരുന്ന കുഞ്ഞിന് ഒറ്റയാഴ്ച കൊണ്ട് 100 ഗ്രാം കൂടി. അതും ഒരത്ഭുതം. കർത്താവിന് മഹത്വം. എല്ലാം ചെയ്തത് യേശുവാണ്. യേശുവിന് മഹത്വം. മോളൊരു വചനം പറയാമോ? പ്രത്യാശം നമ്മെ നിരാശക്കുള്ള റോമഞ്ചിഞ്ച് എൻ്റെ ശത്രുനോക്കുന്നവരുടെ എല്ലാം ചെയ്യാൻ സഹിക്കും. ഫിലിപ്പിന് 4:11. യേശു ആരിലും വലിയവൻ യേശു ആരിലും വലിയവൻ ആരിലും വലിയവൻ